നമസ്കാരം. കരിമീൻ പൊള്ളിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, എരിയുള്ള മുളക് പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, മീറ്റ് മസാല 1 ടീസ്പൂണ്, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1 നുള്ള, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ചെറുനാരങ്ങയുടെ നീര്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. ഇപ്പോൾ ഉപ്പ് നോക്കേണ്ടതാണ്. ഉപ്പ് കുറവെന്ന് തോന്നിയാൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊള്ളണം. ഇനി കരിമീൻ ഇതിലേക്ക് ഇട്ട് അരപ്പിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് വരഞ്ഞതായിരിക്കണം. വരഞ്ഞതിൻ്റെ അകത്തുകൂടിയൊക്കെ തേച്ച് പിടിപ്പിക്കണം. അതുപോലെ അതിൻ്റെ ഇതുപോലത്തെ ഭാഗത്ത് ചെകളൊക്കെ താഴെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കുമ്പോൾ വെള്ളമയം കുറവെന്ന് തോന്നിയാൽ സ്വല്പം വെള്ളം മുകളിൽ നിന്ന് താളിച്ച് കൊടുത്ത് അതിനെ സെറ്റാക്കാവുന്നതാണ്. ഇതിനെ അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മീനിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ മീൻ പൊള്ളിക്കുന്നതിന് കരിമീൻ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഏത് മീനും ഇങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്നുള്ള ഇപ്പോൾ ദശയുള്ള മീൻ ആയിരിക്കണമെന്ന് മാത്രം പൊള്ളിച്ചെടുക്കാവുന്നതാണ്. 1 കപ്പ് കൊച്ചുള്ളി, 2 തക്കാളി ചോപ്പ് ചെയ്ത് എടുക്കുക. മീൻ വറുത്ത ആ പാത്രത്തിൽ തന്നെ അതേ എണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി ചോപ്പ് ചെയ്തതിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇടുക. ഇനി ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചേർക്കണമല്ലോ, അപ്പോൾ ഉപ്പ് ഇച്ചിരി നല്ലപോലെ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല. ഇനി ഇതിനെ നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് തക്കാളിക്ക ചേർക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളിക്ക ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് സ്വല്പനേരം വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി മീൻ പൊതിയുന്നതിന് ആവശ്യമായിട്ടുള്ള വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. തൂശനിലയാണ് ഏറ്റവും നല്ലത്. എനിക്ക് തൂശനില കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വീതിയുള്ള ഒരു ഇലയുടെ ഒരു സൈഡ് ഭാഗം കുറച്ച് കണ്ടിച്ചെടുത്തു. അതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം, പൊട്ടിപ്പോകാതിരിക്കാൻ തക്കപോലെ. 1 മുറി തേങ്ങ ചിരണ്ടിയത് മിക്സിയുടെ ജാറിലിട്ട് അധികം വെള്ളം ഒഴിക്കാതെ കട്ടിക്ക് പാലെടുക്കുക. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളതായിരിക്കണം, വെള്ളമായി പോകരുത്. ഇപ്പോൾ തക്കാളി നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി വാഴയില എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസ് വാഴയില വെച്ച്, ഇത് അടി കരിയാതിരിക്കാനാണ് 2 വാഴയില വെക്കുന്നത്. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മസാല ഇങ്ങനെ വയ്ക്കുക.
മീൻ ഇങ്ങനെ അതിൻ്റെ മുകളിൽ മസാലയുടെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും മസാല തേച്ച് പിടിപ്പിക്കുക മീനിൻ്റെ. ഇനി ഇതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. നമ്മൾ ചോറ് പൊതിയൊക്കെ കെട്ടുന്നത് പോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇപ്പോൾ ഇലപ്പൊതി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു പാനിലേക്ക് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ചെറു ചൂടിൽ ഇല കരിയാതെ രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ എടുക്കുക. 5 മിനിറ്റ് ഓരോ ഭാഗത്തിനും 10 മിനിറ്റ് കൊണ്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ കരിമീൻ പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.